ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബ്ലോഗ് ചെയ്യുകയാണ്. നമ്മൾ പോയ ഒരു റീസെന്റ് ട്രിപ്പിന്റെ നമ്മളെ ബ്രദറും ഞാനും ബ്രദറിന്റെ ഒരു ഫ്രണ്ട് അഖിൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയും കൂടെ ഒരു ചെറിയ ട്രിപ്പാണ്. ട്രിപ്പ് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പാണൻകുഴി എക്കോ ടൂറിസം സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത്. പാണൻകുഴി എക്കോ ടൂറിസത്തിലെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാഴ്ചകൾ മാത്രമല്ല, എത്ര മണി തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് പാസ് കൊടുക്കുന്നത്, പിന്നെ എത്ര മണി വരെയാണ് ഇതിന്റെ ടൈം അലോട്ടഡ് ആയിട്ടുള്ളത്, നമുക്ക് എൻട്രൻസ് കയറാൻ പറ്റുന്നത്, പിന്നെ നമുക്ക് അങ്ങനെ ബസ് ഫെസിലിറ്റി, ബസ്സിലൂടെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് ബസ് കയറണം, ടൈമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കും പോകാം. ഇവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ടോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൊട്ടിപ്പുറത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പാണൻകുഴി ഭക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 പേരാണ് 150 രൂപയായി. പിന്നെ 20 രൂപ നമുക്ക് ബൈക്കിന്റെ ചാർജാണ്. 2 ബൈക്കിനകത്താണ് ഞങ്ങൾ പോയത്. നമ്മുടെ അനിയന്റെ ഫ്രണ്ടിന്റെ ഒരു ബൈക്കും അനിയന്റെ ഒരു വണ്ടിയും ആയിട്ടാണ് പോയത്. അതിന് 20 രൂപയായി. അങ്ങനെ നമ്മൾ കാട്ടിൽ എത്തിപ്പെട്ടു. ഈ കാട്ടിനകത്തോടെ വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇതിന് അപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് തോന്നുന്നുണ്ടാവും, ഈ കാടിനകത്തൂടെ എങ്ങനെ പോകും, നമുക്ക് വഴി തെറ്റില്ലേ എന്നുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാവും. ആദ്യം ഈ കാട്ടിൽ കയറിയപ്പോൾ എന്റെയും ഒരു ചിന്ത അതായിരുന്നു, ഈ കാട്ടിലൂടെ പോയിട്ട് വല്ല വഴി തെറ്റിപ്പോയാൽ നമ്മള് ഈ കാട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഒരു ആരോ കാണുന്നത്. അപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ദിശ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് വെച്ചാണ് നമ്മൾ ഈ കാട്ടിനകത്തൂടെ പോകുന്നത്. ഒരാരോ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിനകത്ത് വിട്ടുപോകും, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ അനിയന്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ പോവാണ്. പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒരു ഊഞ്ഞാല് കണ്ടത്. അപ്പൊ ഊഞ്ഞാല് കണ്ട സന്തോഷത്തിൽ ഞാൻ കുറച്ചു നേരം ആടാന്ന് വിചാരിച്ചു. അപ്പോ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയതിനു ശേഷം കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നീട് നമ്മള് ഈ മനോഹരമായ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്. കൂടുതൽ പാറക്കെട്ടുകളാണ് ഇവിടെ വരുന്നത്. ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കുറച്ച് വെള്ളം ഒഴുകി നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. കുറച്ചും കൂടെ പിന്നിലോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ അത്രയും ഒഴുക്കില്ല, കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഇറങ്ങാവുന്നതാണ്. അടിയൊഴുക്കുള്ള സ്ഥലത്തിലേക്ക് അവര് വാച്ചറുണ്ട്, അവിടെ കയറ്റി വിടത്തില്ല. അഥവാ കയറി പോകുന്ന ആൾക്കാർക്ക് പിന്നെ തിരിച്ചു വരാനും പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അധികം വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തിലേക്ക് പോകാതിരിക്കുക. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരിക്കാം. വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാം, കുളിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ഒരുപാട് ആഴമില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് കിടക്കാനേ പറ്റുള്ളൂ. അങ്ങനെ മുങ്ങി കുളിക്കാൻ അങ്ങനെ പറ്റില്ല. ഇപ്പൊ ചില ചേട്ടന്മാരെ ഇവിടെ വന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ചെറിയ മീനുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഒരുപാട് വലിയ മീനൊന്നും ചേട്ടന്മാർക്ക് 1-2 മീനുകളെ വലുത് കിട്ടിയുള്ളൂ, എല്ലാം ചെറുതാണ്. ഇപ്പൊ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ മീൻപിടുത്തം അത്ര പോസിബിൾ അല്ല. അങ്ങനെ ഒരു കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പുള്ളി കുറച്ചു നേരം ചൂണ്ടയിട്ടതിന് ശേഷം അവര് പോയി. അതിനുശേഷം നമ്മളെടുത്ത വാച്ചറിനെ കണ്ടു. വാച്ച്മാമൻ ബാക്കി കഥ പറയും. ഒഴുക്കാണ്, ശുദ്ധവായു കിട്ടും. വെള്ളമാണെങ്കിൽ ശുദ്ധ വെള്ളമാണ്. ഒഴുക്കുള്ളവർക്ക് അടക്കില്ലല്ലോ. ഇതാണ് എൻ്റെ ഇത്. 5 മണി 5:30 ആവുന്നൊരു അവിടുത്തെ ടൈം വെച്ചാണ് കാലത്തോടെ. 5:30 കഴിഞ്ഞാൽ 5:30 എല്ലാവരെയും നമ്മൾ അപ്പോഴേക്ക് അങ്ങോട്ട് കയറ്റി വിടും. ഇവിടെ ആന ശല്യമുണ്ട്. ആന ഫോറസ്റ്റ് അങ്ങ് വനത്തിൽ നിന്ന് ആന ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇവിടെ നോക്കാൻ 2 പേരെ ഇവിടെ വെച്ചിട്ടുണ്ട്, 4 ആൾ വെച്ചിട്ടുണ്ട് രാത്രി നോക്കാൻ. അവര് വന്ന് കാണുകയാണെങ്കിൽ അവർ ഓടിച്ച് അങ്ങോട്ട് ഇറക്കി വിടും. കാണാൻ പറ്റിയില്ല, അത് കയറി പോന്നു കഴിഞ്ഞാൽ നേരം വെളുത്താണ് ആന ഓടിച്ചു വിടാൻ പറ്റുള്ളൂ. പകല് പിന്നെ നേരം വെക്കുമ്പോൾ ഓടിക്കാൻ പറ്റും. രാത്രി ഓടിച്ചിട്ട് നടക്കൂല. രാത്രി ആന കണ്ടാലും പിന്നെ നടക്കുന്ന സ്ഥലമല്ലേ, കാണാൻ. അപ്പോൾ ഇവിടെ താമസമുണ്ടവർ
4 പേരോട് താമസമുണ്ട്. മാറി മാറി എല്ലാവരും താമസിക്കുന്നില്ല. സാർമാരുണ്ടാവും, ഫോറസ്റ്റുകാർ കൂടെ ഉണ്ടാവും. ആന വന്നു കഴിഞ്ഞാൽ ഓടിച്ചു കളയാനും അവർ കൂടെ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ അവരെ പണ്ടത്തെ മാതിരി ആനനെ പേടിപ്പിച്ച് എറിഞ്ഞ് പടക്കെറിഞ്ഞ് മറ്റേത് എറിഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ, അത് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫോറസ്റ്റും കൂടെ ഉണ്ടാവും, അവിടെ സാർമാർ കാടന്മാരുണ്ടാവും. അപ്പോൾ അവരെ കൂടി ഓടിക്കും, ഒച്ചയെടുക്കും. പരമാവധി ഒച്ചക്കൊക്കെ എടുത്താണ് ഓടിക്കും. നേരത്തെ പറക്കൊക്കെ ഇറങ്ങി ഓടിക്കാറുന്നു, പറക്കൊക്കെ ഇടാറും, മുണ്ട് കത്തിക്കാറുന്നു. ഇടയ്ക്ക് മുണ്ട് കത്തിക്കാൻ പറ്റാന്ന് പറഞ്ഞ പ്രശ്നമുണ്ടായി. അപ്പോൾ അത് കാരണം മുണ്ട് കത്തിക്കലാണ് നിർത്തി. ഇതിപ്പോൾ ഇടയമലയാറിന് ചാടി ഇടമലയുടെ വെള്ളമാണ് ഇങ്ങനെ വരുന്നത്. കൂത്താങ്കെട്ട്, ഇടയമലയാറ് അങ്ങനെ ചാടി വരണം. ഇത് ഒഴുകി ഇവിടെ കായലിൽ ചെന്നാണ്. എറണാകുളം കായലിൽ ചെന്നാണ്. പേരെന്താ? എൻ്റെ പേര് കോര. അങ്ങനെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടുത്തെ യൂട്ടി വാച്ചറാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ പോര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വെള്ളച്ചാട്ടം. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ പാസ് വെച്ചാണ് അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതുപോലെ വനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാണിയേരി പോരുന്നത്, പാണിയേരി പോര്. അവിടെയും ഇതേമാതിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇരിക്കാനും പിടിക്കാനൊക്കെ ഇരിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം പോലെ ഇതുപോലെ ഉണ്ടോ? വെള്ളം നല്ല ചാടി വന്നെ ചാടി വരുന്നത്, പൊക്കത്തിന് ചാടി വരുന്നത്. ഇവിടെ കൂട്ടി ഇങ്ങനെ ഒഴുക്കല്ല, ഇതുപോലെ ഒഴുക്കല്ല. അവിടെ പൊങ്ങി മോളിൽ ചാടി ഇങ്ങനെ പോയി പൊക്കത്തിന് ചാടി വരിക. ഇവിടെ ഒഴുക്കുപോലെ ഡാം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. അവിടെ പൊക്കമുള്ള സ്ഥലമാണ്. താഴേക്കാണ് വെള്ളം ചാടിയാണ് ഇത് വരുന്നത്. അവിടെ പൊക്കമുള്ള സ്ഥലമാണ്. ഇപ്പോൾ പാർക്കട്ട അവിടെ നല്ല പാർക്കട്ടാണ്. അവിടെ മണലൊന്നുമില്ല. പാർക്കട്ട കംപ്ലീറ്റ് മാർക്കട്ട. ശരി. അടുത്ത് തന്നെയാണ്. ഈ കവലക്കകത്ത് ആണങ്കുഴി കവലാന്ന് പറയും. ഓക്കെ. ചേട്ടൻ രാവിലെ മാത്രമേ ഉള്ളൂ? രാവിലെ 8 മണി മുതൽ 5:30 വരെ. അപ്പോൾ അത് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വരുമോ? അത് കഴിഞ്ഞാൽ രാത്രി ആനയുടെ കട്ടക്കാരേ ഉള്ളൂ. പിന്നെ ഇവിടെ പാസ് കൊടുത്തിട്ടില്ല. ഇല്ല. ബസ് 5 മണി കട്ട് ചെയ്യും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനായിട്ട് നമുക്ക് ബസ്സുണ്ടോ? തിരിച്ചു പോകാനുള്ള ബസ് 5 മണിക്ക് ഒരു വണ്ടി അങ്ങോട്ട് പെരുമ്പാവൂർക്കും 5:30 ഒരു വണ്ടി പെരുമ്പാവൂർക്കും ഉണ്ട്. 2 വണ്ടിയുണ്ട്. 5 മണിക്കും 5:30ക്കും പെരുമ്പാവൂർക്ക് വണ്ടിയുണ്ട് ഇവിടെ നിന്ന് പോകാൻ. ഇവിടെ നമ്മൾ പോകാം. അപ്പോൾ എറണാകുളത്തു നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? എറണാകുളത്തു നിന്ന് വരാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ പെരുമ്പാവൂർ വന്ന് ഇറങ്ങിയിട്ട് വേണം വരാൻ. പെരുമ്പാവൂരിൽ നിന്ന് രാവിലെ വണ്ടിയുണ്ടോ? പെരുമ്പാവൂർ രാവിലെ വണ്ടിയുണ്ട്. 7 മണിക്ക് വണ്ടിയുണ്ട്. 7:10 ആകുമ്പോൾ പോയി വണ്ടി ഉണ്ട്. അതിവിടെ എത്തുമ്പോൾ എത്ര മണിയാവും? 8 മണിയാവും രാവിലെ. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും പുള്ളി നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ ഇപ്പോൾ എപ്പോൾ വരണം, എപ്പോൾ പോകണം, ബസ് ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അനിയനും കൂട്ടുകാരനും കൂടെ വെള്ളത്തിൽ തന്നെയാണ്. ഇവർ പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അകത്തോട്ട് വന്നു. അപ്പോൾ ഞാനിവിടെ ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ചൂട് ആണ്. നല്ല വെയിലൊക്കെ അടിച്ചിട്ട് ചൂടായി കിടക്കുന്ന ഈ പാറയുടെ മുകളിൽ കിടക്കാൻ തന്നെ ഒരു സുഖമാണ്. തൊട്ടിപ്പുറത്ത് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചു നേരമൊക്കെ കിടന്നിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് സ്വല്പം ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു വഴി പുറത്തോട്ടെത്തും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.